കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. ഒരു ബോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ മഴയുടെ പാട്ടിന് പോകും. ഇതിങ്ങനെ ഇതിൽ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മഴ അങ്ങ് മുങ്ങിക്കളയും. ശിവാൻ ചേച്ചിയുടെ ഫ്രണ്ട് എത്തി. ഹായ് ചേച്ചി. ഹായ്. ശിവാൻ ചേച്ചിയുടെ ഫ്രണ്ട് അല്ലേ? അതെല്ലോ. എന്റെ പേര് പാറക്കുട്ടിയല്ലേ? ആ, പേരൊക്കെ അറിയാല്ലേ? പിന്നെ ചേച്ചിയുടെ പേരെന്തുവാ? സഞ്ജിത. നല്ല പേര്. ഇതെന്താ വയലിനാണോ? അതെ. ചേച്ചി എന്നാ പിന്നെ അകത്തേക്ക് വാ. ചേച്ചി ചേച്ചി, സഞ്ജി വന്ന. സഞ്ജിയാ? ചേച്ചിയുടെ പേര് സഞ്ജിത എന്നല്ലേ? അപ്പൊ ശിവചേച്ചി ചേച്ചിയെ സഞ്ജി എന്നല്ലേ വിളിക്കുന്നേ? സഞ്ജു എന്നാ വിളിക്കുന്നത്. സഞ്ജു എന്നാണോ വിളിക്കുന്നേ? ശിവചേച്ചി, സഞ്ജു വന്ന. പോരെ? അയ്യോ, കിടന്ന് കീറി പൊളിക്കലേ. വന്ന് 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 സഞ്ജു മോൾ. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട് എത്തിയാ? കുഴപ്പമുണ്ടായിരുന്നില്ല. വേഗത്തി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണു. ഞങ്ങള് കത്തി വെച്ച് കൊന്നു കാണും അല്ലേ? എടേ, ഒന്ന് സൂക്ഷിച്ചോ. സ്നേഹിക്കാൻ തന്നാണ്ടല്ലോ നിന്റെ തലയിൽ കയറി നിരങ്ങോള്. പിന്നെ ഞങ്ങള് പുറത്ത് വെച്ച സെറ്റായി അല്ലേ സഞ്ജു ചേച്ചി? സഞ്ജു ചേച്ചിയാ? ആ, സഞ്ജു ചേച്ചി. ഓ ശരിയാടേ. പിന്നെ എങ്ങനെയുണ്ട് വയലിൻ ക്ലാസ് ഒക്കെ? നന്നായിട്ട് പോകുന്നു. ആഴ്ചയിൽ എത്ര ദിവസം ഉണ്ട് ക്ലാസ്? 5 ദിവസം. അമ്മമ്മ, കനകാന്റി, കനകാന്റിയേ. ചേച്ചി, എന്തോ? ആ വയലിൻ എടുക്ക്, ഞാൻ അകത്തോണ്ട് വെക്കാം. വയലിൻ എന്തിനാണ് നിന്റെ കയ്യിൽ തരണത്? അകത്തോണ്ട് സൂക്ഷിച്ചു വെക്കാൻ. തന്നെ സൂക്ഷിച്ചു വെക്കണേ. ആദ്യമായിട്ടാ ഒരു വയലിൻ കൈകൊണ്ട് തൊടുന്നത്. ഇതല്ല വയലിൻ, ഇതിന്റെ അകത്തുള്ളതാണ് വയലിൻ. തിരിച്ചു വാങ്ങണോ ഞാൻ? വേണ്ട. അമ്മ വിട്ടോ. എന്തൊരു സൗണ്ടാടി. സോറി, ഇവിടെ നല്ല ഒച്ചയാ. പിടിച്ചൊന്ന് പോവണ്ടേ? என்ன சிவா? ஐயோ, ஃப்ரெண்ட் வந்துட்டு ரொம்ப நேரம் ஆச்சா? വന്ന് കേറി വിളിഞ്ഞാണ്ട് വെച്ച്. உன்னோட பேர் என்னம்மா? സഞ്ജിത. പാറക്കുട്ടി ഭയങ്കര സ്മാർട്ട് ആണല്ലോ. അതെല്ലാരും പറയും. എന്റെ ടീച്ചർമാർക്കേ എന്നെ കാണുമ്പോ അത് പറയണം. സഞ്ജുവിന് ഇപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ? പാറക്കുട്ടിക്ക് സ്വയം പൊക്കി പറയുന്നത് തീരെ ഇഷ്ടമല്ല. സഞ്ജേച്ചി, ഇവിടെ എല്ലാവർക്കും സ്വയം പൊക്കി പറയുന്ന ഒട്ടും ഇഷ്ടമല്ല. മക്കളെ ചെല്ലി കേട്ടാ? മോളെത്തിയോ? എത്തി. ശിവാനി പറഞ്ഞായിരുന്നു മോള് വരുമെന്ന്. പേര് സഞ്ജിത. നിന്റെ പേരൊന്ന് പറയാനുള്ള അവസരം എനിക്ക് തരുമോ? സോറി. സഞ്ജു, ദേ ഇതാണ് എന്റെ അമ്മൂമ്മ, ചോനറത്തല ഭവാനി അമ്മ. ഓക്കെ, മനസ്സിലായി. ഇതാണ് നമ്മുടെ മധുരൈ കനകം. ഇതെല്ലാം നീ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് എല്ലാരെയും അറിയാം. പറഞ്ഞു തന്നിട്ടല്ലേ ഉള്ളൂ, കണ്ടിട്ടില്ലല്ലോ. കാണ്. മോള് വല്ലതും കഴിച്ചിട്ടാന്ന് ഇറങ്ങിയേ? കഴിച്ചിട്ടാ വന്നേ. കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും ഇവിടുന്ന് കഴിക്കണം. അത് ഞങ്ങൾക്ക് നിർബന്ധം. പിന്നെ പെട്ടെന്ന് പോകാൻ പാടില്ല. വന്ന് കയറി ഇച്ചിരി മനസ്സമാധാനം കൊടുക്കാമോ? ആലോചിക്കാം. ഓ, അപ്പൊ ചേച്ചിയും ചേട്ടനൊക്കെ അവിടെ? ചേച്ചി കുഴിപ്പള്ളത്ത് പോയടാ. ഇനി ചേട്ടൻ എന്ന് നീ ഉദ്ദേശിച്ചത് കേശവനെ ആണെങ്കിൽ ആ ചോട്ടൻ മഴ നോക്കാൻ പോയേക്കുക. ഇപ്പൊ എത്തും. എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഒരു ജ്യൂസ് എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുതരാം. ഇപ്പൊ കൊണ്ടുവരട്ടോ. എടോ, താനിപ്പോ എത്ര നാളെ വയലിൻ പഠിച്ചു തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഒരു
6ാം ക്ലാസ് തുടങ്ങി പഠിക്കും. ഇത്രയും വലുതായിട്ട് നിർത്തില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അതങ്ങനെയല്ല പാർക്കുട്ടാ, ഇൻസ്ട്രുമെന്റ്സ് അല്ലേ, നമ്മൾ എപ്പോഴും ഇങ്ങനെ നമുക്ക് പഠിച്ചുകൊണ്ടേയിരിക്കണം. സംഗീതത്തിൽ നമ്മൾ എന്നും ഒരു വിദ്യാർത്ഥിയാണ്. അത് കറക്റ്റാ. എങ്ങനെ? ഏത് കറക്റ്റാന്ന്? മക്കൾക്ക് സംഗീതത്തിന്റെ ABCD എല്ലാം അറിയോ? അറിയാം. ഒന്ന് പറഞ്ഞു കേക്കട്ടെ. ചേച്ചി, ഈ സംഗീതം എന്ന് പറയുന്ന ഒരു സാരകമാണ്. സാരകോ? കടല്. ആ കടലിന്റെ തീരത്തിരുന്ന് ചിപ്പി മണ്ണും വാരി കളിക്കാനും നമുക്ക് പറ്റും. നീ മണ്ണും വാരിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. എവിടെ നിന്നൊക്കെയാ കുറെ സിനിമ ഡയലോഗും കാണാപ്പാടം പഠിച്ചങ്ങ് ഇറങ്ങിയേക്കുവാ. പിന്നെന്താ, കറക്റ്റ് ടൈമിന് കാച്ചാൻ അറിയാം, അതുകൊണ്ട് പിടിച്ചങ്ങ് പോണ്. ശിവ, അങ്ങനൊന്നും പറയില്ല കേട്ടോ. ഇവളെനിക്ക് കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടായി. നോക്കിയോ, ഇവള് ഭാവിയിൽ ഒരു വലിയ കലാകാരിയായിട്ട് വരും, അല്ലേ പാറു? പിന്നെ ഇവളിപ്പോ വലിയൊരു കലാപകാരിയല്ലേ, അല്ലേ മക്കളെ? ശിവ, അങ്ങനൊന്നും പറയാതെ. ഇവക്ക് കലാപരമായിട്ട് എന്തൊക്കെയോ നല്ല കഴിവുകളുണ്ട്.